ചാനൽ. ഈ വീഡിയോയുടെ ഇൻട്രോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂർഗിലേക്ക് ഒരു വീക്കെൻഡ് ഫ്രം ബാംഗ്ലൂർ ടു കൂർഗ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് 2 days. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന് ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മണ്ടൽപ്പട്ടി പീക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ആയിരുന്നു. അയ്യോ, സൂപ്പർബായിട്ടൊരു പ്ലേസ് ആയിരുന്നു. ലൈക്ക് മെയിനായിട്ടും നമ്മൾ ഈ നോർമലി വീഡിയോയിലൊക്കെ കാണുന്ന ആ ഒരു ക്ലൗഡ്സ് ഇല്ലേ, ലൈക്ക് നമ്മൾ ഈ ഹിൽ പോയിന്റ് വ്യൂ പോയിന്റിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന ആ ഒരു ലൈക്ക് നമ്മൾ എന്താണ് നമ്മൾ ആ ഹില്ലിന്റെ മേളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈക്ക് നമ്മൾ ആ ക്ലൗഡിനെ ടച്ച് ചെയ്യുന്ന പോലൊരു ഫീൽ വരുന്ന അത്ര ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ അത്. അതായത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ പറ്റും. ലൈക്ക് നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ നൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ബൈക്ക് ട്രിപ്പായിരുന്നു, ബൈക്കായിരുന്നു നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. സോ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏർലി മോർണിംഗ് നമ്മൾ റീച്ച് ആവും. ഫ്രം ബാംഗ്ലൂർ ടു കൂർഗ് ഏർലി മോർണിംഗ് റീച്ച് ആവും. ആ റീച്ച് ആവുന്ന ടൈമിൽ തന്നെ നമുക്ക് അവിടെ പോകാനായിട്ട് പറ്റും. ലൈക്ക് ഒരു 5 o'clock ഒക്കെ ഈ ജീപ്പ് സഫാരി അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ആ ഒരു ഫുൾ ഡേ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കവിടെ പോകാനായിട്ട് പറ്റും. ഭയങ്കര രസമായിരുന്നു അത് കാണാനും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ട്, കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട്, ബട്ട് നമ്മൾ ആ ഒരു റിയൽ എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. സോ നമ്മളൊരു ജീപ്പ് സഫാരി എടുത്തു. അതിന് അറൗണ്ട് ലൈക്ക് നമ്മളൊരു 6 പേരായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു 6 പേർക്ക് ഒരു ജീപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അറൗണ്ട് 1600 1800 ആയിരുന്നു കോസ്റ്റ് വരുന്നത്. സോ പെർ പേഴ്സൺ അറൗണ്ട് 300 rupees അത്രയുമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. സോ നമുക്കത് ഭയങ്കര അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിൽ ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റ് കാണുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ജസ്റ്റ് അമേസിങ്, സൂപ്പർബായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സൺറൈസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഭയങ്കര പീസ്ഫുള്ളായിട്ട്, അതായത് നമ്മളൊരു 1 whole വീക്കിലുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീക്കെൻഡ് പോയിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാണ്ട് അങ്ങനെ പോകാൻ പറ്റിയൊരു സ്പോട്ടാണത്. ഭയങ്കര രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വീഡിയോ ആണ് അത്. ലൈക്ക് അവിടെ വ്യൂ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ അത്. ലൈക്ക് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം മനസ്സിലാവുന്ന തരത്തിലുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഫീലാണ്. ഒരു ടോപ്പ് വ്യൂ ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ. നമ്മൾ ബൈക്ക് ട്രിപ്പായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് ഒരു 1 night ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കൂർഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് കുറേ അധികം വാട്ടർഫോൾസ് അങ്ങനെയൊക്കെ കാണാൻ, അതായത് നമുക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അവർ. ബട്ട് അതിൽ നിന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾ അവിടെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതോ നിങ്ങൾക്ക് ആ ഒരു റൂട്ട് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുള്ളൂ എത്രത്തോളം ഭയങ്കര ഗ്രീനറി ആയിട്ട് ഭയങ്കര രസമായിട്ട് നമുക്ക് പോയിട്ട് വരുന്നത്. ഭയങ്കര ചിൽഡ് ക്ലൈമറ്റിൽ ഭയങ്കര നൈസായിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് കൂർഗ്. സോ അതിനുശേഷം നമ്മളൊരു വാട്ടർഫോള് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ചെറിയൊരു വാട്ടർഫോളാണ്, ബട്ട് അത് ഭയങ്കര നമുക്ക് ഭയങ്കര ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള, നമുക്ക് പോയി റീച്ച് ആവാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഇത്രയും ഇപ്പം ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു 100 meter അത്രേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും. ബട്ട് നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂല കേട്ടോ. അത് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ബിക്കോസ് ഈ ടൂറിസ്റ്റ് സ്പോട്ട് അല്ലേ, ലൈക്ക് ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വിമ്മിങ് അറിയാവണമെന്നൊന്നുമില്ല. സോ നമുക്ക് വാട്ടിനകത്ത് ഇറങ്ങാൻ പറ്റൂല. അതായത് നമുക്ക് കുളിക്കാനോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും അവിടെ അലൗഡ് അല്ല. ബട്ട് നമുക്ക് പോയി അവിടെ ഇരുന്ന് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര നൈസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രത്തോളം അത് ഭയങ്കര രസമാണ്. ഫുൾ ഓഫ് ഗ്രീൻസ് ആണ് അവിടെ കാണാൻ പറ്റും. നമുക്ക് നിറച്ച് ട്രീയും പിന്നെ പോകുന്ന വഴിക്കുള്ള കിളികളുടെ ശബ്ദവും അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു എലിഫന്റ് പാർക്കിലാണ്. നമുക്ക് ആ എലിഫന്റ് പാർക്കിലുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലേക്ക് കവർ ചെയ്തിട്ട് വേണം ആ എലിഫന്റ് പാർക്കിലേക്ക് പോകാൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക്
എലിഫൻസിനെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മളൊരു ഡാമിൽ പോയി ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ വി വെന്റ് ഈസ് ഗോൾഡൻ ടെമ്പിൾ. നമുക്ക് അവിടെ പോയിട്ട് എന്തെന്നാ ആ ഒരു നമ്മൾ നേപ്പാളൊക്കെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു വൈബില്ലേ, ആ വൈബ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ചെന്ന സമയത്ത് അവിടെ പൂജ ടൈമായിരുന്നു. സോ ആ പൂജ എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഭയങ്കര കാമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് അവിടെ ഇരുന്ന് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ അതിന്റെ വെളിയിൽ എന്താ വെച്ചാൽ നമുക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. കുറച്ച് ഒരു എക്സ്പെൻസീവ് സൈഡാണ്, ബിക്കോസ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് ബാംഗ്ലൂർ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങൾ അവിടെ കുറച്ച് എക്സ്പെൻസീവ് സൈഡായിട്ട് ഫീൽ ചെയ്യും. ബട്ട് അങ്ങനെയാണെങ്കിൽ തന്നെയും നമ്മൾ ഒരു ട്രിപ്പായിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല നൈസ് കളക്ഷൻ ആണ്. അതിൽ നമ്മൾ ഡേ വൈൻഡ് അപ്പ് ചെയ്തത് രാജാ സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യൂ പോയിന്റിൽ വെച്ചിട്ടാണ്. അവിടെ നമുക്ക് സൺസെറ്റ് കാണാൻ, ഇവിടെ നമ്മൾ പോയ ദിവസം സൺസെറ്റ് ഇല്ലായിരുന്നു.